നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ. പ്രാദേശികം. ആദ്യം പ്രധാന വാർത്ത. ഈ വർഷത്തെ തദ്ദേശ ദിനാഘോഷം ഫെബ്രുവരി 18-19 തീയതികളിൽ ഗുരുവായൂരിൽ. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പങ്കെടുക്കും. നൂറുമേനി വിജയത്തിളക്കവുമായി കിലയുടെ ആദ്യ PG ബാച്ച്. തളിപ്പറമ്പ് ക്യാമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് പോളിസി ആൻഡ് ലീഡർഷിപ്പിലെ ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലാണ് നേട്ടം. കൊല്ലം കോർപ്പറേഷൻ RIY പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച KMC ഫ്ളാറ്റിന്റെ ഉദ്ഘാടനം ധനകാര്യമന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സമ്പൂർണ്ണ ഹരിത പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി കൊയിലാണ്ടി നഗരസഭ. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ തദ്ദേശ ദിനാഘോഷം ഫെബ്രുവരി 18-19 തീയതികളിൽ ഗുരുവായൂരിൽ നടത്തും. വിപുലമായ പരിപാടികളോടെയാണ് 14 മുതൽ ഇത്തവണത്തെ തദ്ദേശ ദിനാഘോഷം സംഘടിപ്പിക്കുന്നത്. 19 നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് അധ്യക്ഷനാവും. കേന്ദ്ര പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി വിശിഷ്ടാതിഥിയായിരിക്കും. മന്ത്രിമാരായ K രാജൻ, R ബിന്ദു തുടങ്ങിയവർ മുഖ്യാതിഥികളാവും. 18 അക്കാദമിക് സെഷനുകളുടെ ഉദ്ഘാടനം വ്യവസായ, നിയമ, വാണിജ്യ വകുപ്പ് മന്ത്രി P രാജീവ് നിർവഹിക്കും. മന്ത്രി MB രാജേഷ് അധ്യക്ഷനാവും. ചെയർമാൻ, ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ M കൃഷ്ണദാസ് സ്വാഗതം പറയും. K രാധാകൃഷ്ണൻ MP മുഖ്യാതിഥിയായിരിക്കും. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് മുഖ്യപ്രഭാഷണം നടത്തും. NK അക്ബർ MLA, LSGD പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു IAS തുടങ്ങിയവർ മുഖ്യാതിഥികളാവും. ചെയർപേഴ്സൺ, കേരള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചേംബർ KG രാജേശ്വരി, പ്രസിഡന്റ് മേയേഴ്സ് കൗൺസിൽ കേരള അനിൽകുമാർ M, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് BP മുരളി, ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ MO ജോൺ, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് KM ഉഷ തുടങ്ങിയവർ സംസാരിക്കും. 19 രാവിലെ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് നിർവഹിക്കും. NK അക്ബർ MLA അധ്യക്ഷനാവും. തദ്ദേശ ദിനാഘോഷത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾക്കും വെള്ളിയാഴ്ച തുടക്കമാവും. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക ഗ്രൗണ്ടിൽ 14 വൈകിട്ട് എക്സിബിഷൻ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, LSTD ജോയിന്റ് ഡയറക്ടർ സാജു സെബാസ്റ്റ്യൻ, ചലച്ചിത്ര സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിക്കും. ശനിയാഴ്ച ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും സംസ്ഥാനതല കലാമത്സരങ്ങൾ നടക്കും. സാംസ്കാരിക സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. NK അക്ബർ MLA അധ്യക്ഷനാവും. നൂറുമേനി വിജയത്തിളക്കവുമായി കിലയുടെ ആദ്യ PG ബാച്ച്. തളിപ്പറമ്പ് ക്യാമ്പസിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് പോളിസി ആൻഡ് ലീഡർഷിപ്പിലെ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്കാണ് നേട്ടം കൈവരിക്കാനായത്. കണ്ണൂർ സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത കോഴ്സുകളിൽ പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മികച്ച വിജയം കണ്ടെത്താനായത് അഭിമാനകരമാണെന്ന് IPPL ഡയറക്ടർ ഡോക്ടർ A അശോകൻ പറഞ്ഞു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ വിജയമാണ് ഈ നേട്ടമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പൊതുനയവും വികസനവും, അധികാര വികേന്ദ്രീകരണവും, പ്രാദേശിക ഭരണ നിർവഹണവും, സാമൂഹിക സംരംഭകത്വ വികസനം എന്നിങ്ങനെ 3 വിഷയങ്ങളിലാണ് കിലയിലെ PG കോഴ്സുകൾ. 15 വീതം സീറ്റുകളാണ് ഓരോ കോഴ്സിലുമുള്ളത്. ബിരുദം നേടിയ ആർക്കും പ്രായപരിധിയില്ലാതെ കോഴ്സിൽ ചേരാവുന്നതാണ്. കൊല്ലം കോർപ്പറേഷൻ RIY പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച KMC ഫ്ളാറ്റിന്റെ ഉദ്ഘാടനം ധനകാര്യമന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. മേയർ പ്രസന്ന NS അധ്യക്ഷയായി. M നൌഷാദ് MLA താക്കോൽ വിതരണം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S ജയൻ സ്വാഗതം പറഞ്ഞു. കൊല്ലം കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ബീന A പദ്ധതിയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനപ്രതിനിധികൾ, എഞ്ചിനീയർ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സമ്പൂർണ്ണ ഹരിത പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി കൊയിലാണ്ടി നഗരസഭ. സമ്പൂർണ്ണ ഹരിത വിദ്യാലയം, സമ്പൂർണ്ണ ഹരിത അയൽക്കൂട്ടം, സമ്പൂർണ്ണ ഹരിത സ്ഥാപനം, സമ്പൂർണ്ണ ഹരിത അങ്കണവാടി എന്നീ വിഭാഗങ്ങളിലാണ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത്. പൊതു മാനദണ്ഡങ്ങൾക്ക് പുറമെ വിവിധ വിഭാഗങ്ങളിൽ പ്രത്യേകമായ മാനദണ്ഡങ്ങളും കൂടെ പരിഗണിച്ചാണ് ഹരിത സർട്ടിഫിക്കറ്റ് നൽകുന്നത്. നഗരസഭയിലെ 72 അംഗനവാടികൾ, 27 വിദ്യാലയങ്ങൾ, 4 കലാലയങ്ങൾ, 78 ഓഫീസുകൾ, 708 അയൽക്കൂട്ടങ്ങൾ എന്നിവ ഹരിത സർട്ടിഫിക്കറ്റിന് അർഹരായി. ഹരിത പ്രഖ്യാപനത്തോടനുബന്ധിച്ച് നഗരസഭയുടെ നേതൃത്വത്തിൽ ഹരിത പ്രഖ്യാപന വിളംബര ജാഥയും നടന്നു. ഹരിത പ്രഖ്യാപനത്തിൻ്റെയും സർട്ടിഫിക്കറ്റ് വിതരണത്തിൻ്റെയും ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KP സുധ നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ K സത്യൻ അധ്യക്ഷത വഹിച്ചു.
മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കോട്ടയം ഗിരിദീപം ബഥനി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കുട്ടികളുടെ ചിത്രപ്രദർശനം കാഴ്ചയുടെ ജില്ലാതല ഉദ്ഘാടനം കളക്ടർ ജോൺ വി സാമുവൽ നിർവഹിച്ചു. കുട്ടികളിൽ മാലിന്യമുക്ത അവബോധം വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ശുചിത്വ മാലിന്യ സംസ്കരണം വിഷയമാക്കി കുട്ടികൾക്കായി നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്തവരുടെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ബ്ലോക്ക് തലത്തിലും മുനിസിപ്പൽ തലത്തിലും പ്രദർശനം നടന്നുവരികയാണ്. പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ചൻ ജോസഫ് അധ്യക്ഷത വഹിക്കുകയും ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി അനിൽ, സ്ഥിരസമിതി അധ്യക്ഷൻ സിബി ജോൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന സുസ്ഥിര കൃഷി എന്ന വിഷയത്തിൽ കൊട്ടാരക്കര കില CSED സെന്ററിൽ കിലയും നബാർഡും സംയുക്തമായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. CSED പ്രിൻസിപ്പൽ K. അനു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ലെക്ചറർ സജീവ് JS സ്വാഗതം പറഞ്ഞു. നബാർഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ രാഖിമോൾ J. ആമുഖ പ്രഭാഷണം നടത്തി. ലെക്ചറർമാരായ ബാബുരാജ് A., ഷിൻചു കുര്യൻ, ഷബീന B., ലിജി AJ എന്നിവർ ആശംസകൾ അറിയിച്ചു. സദാനന്ദപുരം FSRS അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രഞ്ജൻ B., കൊല്ലം ജില്ലാ ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ഷൈൻകുമാർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 60ഓളം കർഷകർ പങ്കെടുത്തു. വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച കർഷകരെ ആദരിച്ചു. വൺ ലോക്കൽ ഗവൺമെൻറ് വൺ ഐഡിയ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന ബ്ലോക്ക് ഇന്നൊവേഷൻ ക്ലസ്റ്ററുമായി ബന്ധപ്പെട്ട കാർബൺ ന്യൂട്രാലിറ്റി എനർജി എഫിഷ്യൻസി ഓഡിറ്റിംഗ് പരിശീലനം കിലയിൽ സംഘടിപ്പിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്കായി തൃശൂർ കില ആസ്ഥാനത്തായിരുന്നു 2 ദിവസത്തെ പരിശീലനം സംഘടിപ്പിച്ചത്. KDISCിൻ്റെയും കിലയുടെയും നേതൃത്വത്തിലാണ് വൺ ലോക്കൽ ഗവൺമെൻറ് വൺ ഐഡിയ പദ്ധതിയുടെ നടത്തിപ്പ്. വിവിധ പഞ്ചായത്തുകളിലെ ജീവനക്കാർക്ക് പരിശീലനം നൽകാനുള്ള K-സ്മാർട്ട് മാസ്റ്റർ ട്രെയിനർമാർക്കുള്ള റെസിഡൻഷ്യൽ പരിശീലനം കിലയിൽ സംഘടിപ്പിച്ചു. ഏപ്രിൽ 1 മുതൽ K-സ്മാർട്ട് പഞ്ചായത്തുകളിലേക്ക് വിന്യസിക്കുന്നതിൻ്റെ ഭാഗമായാണ് ത്രിദിന പരിശീലനം സംഘടിപ്പിച്ചത്. കില അസിസ്റ്റന്റ് ഡയറക്ടർ പരിശീലനം ഡോക്ടർ അമൃത KPN പരിശീലനത്തെ അഭിസംബോധന ചെയ്തു. പ്ലാസ്റ്റിക് വിമുക്ത വേമ്പനാട് ക്യാമ്പയിൻ 2ാം ഘട്ടം ജില്ലാതല ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി KK ബാലകൃഷ്ണൻ നിർവഹിച്ചു. തേക്കാട്ടുശ്ശേരി ഫെറിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ടെൽഷ്യ അധ്യക്ഷത വഹിച്ചു. 2ാം ഘട്ടത്തിൽ അരൂർ, എഴുപുന്ന, കോടംതുരുത്ത്, കുത്തിയതോട്, പട്ടണക്കാട്, കടക്കരപ്പള്ളി, തുറവൂർ, വയലാർ, പുളിങ്കുന്ന്, നീലംപേരൂർ, കാവാലം, ചമ്പക്കുളം, നെടുമുടി, വെളിയനാട്, രാമങ്കരി, മുട്ടാർ, എടത്വ, തലവടി, തകഴി ഗ്രാമപഞ്ചായത്തുകളിലാണ് മെഗാ ശുചീകരണം നടക്കുക. വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആലപ്പുഴ ജില്ലയിലെ 31 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്ലാസ്റ്റിക് വിമുക്ത വേമ്പനാട് മെഗാ ക്യാമ്പയിൻ നടന്നുവരികയാണ്. ചടങ്ങിൽ തുറവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോളി രാജേന്ദ്രൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി MP മണിയമ്മയെ എതിരില്ലാതെ തിരഞ്ഞെടുത്തു. മുൻ പ്രസിഡന്റ് R. തുളസീധരൻ പിള്ളയാണ് പേര് നിർദ്ദേശിച്ചത്. ബ്ലോക്കിൻ്റെ 11ാമത് പ്രസിഡന്റാണ് മണിയമ്മ. R. തുളസീധരൻ പിള്ള പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് മണിയമ്മയ്ക്ക് സ്ഥാനം ലഭിച്ചത്. മുൻ വൈസ് പ്രസിഡന്റും കലഞ്ഞൂർ ഡിവിഷൻ അംഗവുമാണ് MP മണിയമ്മ. വൈസ് പ്രസിഡന്റായി T. സരസ്വതി തിരഞ്ഞെടുക്കപ്പെട്ടു. ഏനാത്ത് ഡിവിഷൻ അംഗമാണ് T. സരസ്വതി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ RB രാജീവ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്ത്, വാർഡ് വിഭജനത്തിനുള്ള കരട് നിർദ്ദേശങ്ങളെക്കുറിച്ചുള്ള പരാതികളിന്മേലുള്ള ഡീലിമിറ്റേഷൻ കമ്മിറ്റി ഹിയറിംഗ് 9 ജില്ലകളിൽ പൂർത്തിയായി. എല്ലാ ജില്ലകളിലെയും ഹിയറിംഗ് പൂർത്തിയായ ശേഷം കമ്മീഷൻ യോഗം ചേർന്ന് കരടിൽ വരുത്തേണ്ട ഭേദഗതി നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂടിയായ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ A. ഷാജഹാൻ അറിയിച്ചു. വിവിധ ജില്ലകളിൽ നടന്ന ഹിയറിംഗിൽ കമ്മീഷൻ ചെയർമാനോടൊപ്പം അംഗങ്ങളായ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് സെക്രട്ടറി S. ഹരികിഷോർ, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി K. ബിജു, ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറി S. ജോസ്നമോൾ എന്നിവരും പങ്കെടുത്തു. കേരള സർക്കാരിൻ്റെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യമുക്ത ഗ്രാമപഞ്ചായത്തായി നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ പ്രഖ്യാപിച്ചു. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ അധ്യക്ഷയായി. പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിലെ വീടുകളിലേക്ക് ബയോബിന്നുകൾ വിതരണം ചെയ്തു. മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം മുൻനിർത്തി ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ പദ്ധതിയുടെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ബയോബിന്നുകൾ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഐഷ B. ആറാട്ടുതൊളി അധ്യക്ഷത വഹിച്ചു.
ലോക തണ്ണീർത്തട ദിനാചരണത്തിന്റെ ഭാഗമായി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിൽ കായൽ നടത്തവും ബോധവൽക്കരണ ക്ലാസും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്, ശാസ്താംകോട്ട ദേവസ്വം ബോർഡ്, NSS യൂണിറ്റ്, ശാസ്താംകോട്ട തടാക സംരക്ഷണ സമിതി എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R. സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് P. പുഷ്പകുമാരി അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുണ്ടിൽ നൌഷാദ് സ്വാഗതം പറഞ്ഞു. സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബോട്ടിൽ ബൂത്തും സ്ഥാപിച്ചു. എറണാകുളം ജില്ലയിലെ കൈതാരം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച വർണ്ണക്കൂടാരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷാരോൺ പനക്കൽ അധ്യക്ഷനായി. സമഗ്ര ശിക്ഷ കേരളം പറവൂർ BRCയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചെലവിട്ടാണ് നിർമ്മാണം നിർവഹിച്ചത്. വർണ്ണക്കൂടാരം നിർമ്മിച്ച രാജേഷ്, വിനീഷ് എന്നിവരെ കോട്ടുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KS ഷാജി ആദരിച്ചു. പയ്യോളി തിക്കൊടി പഞ്ചായത്തും കുടുംബശ്രീ മോഡൽ CDSും ചേർന്ന് സംഘടിപ്പിച്ച നേർവഴി ബാലസഭ ദ്വിദിന സഹവാസ ക്യാമ്പ് പുറക്കാട് സൗത്ത് LP സ്കൂളിൽ നടന്നു. പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ക്യാമ്പ് അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയിൽ പങ്കെടുത്ത മധുരം ബാലസഭാംഗം ഉമ്മു ഹബീബ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല സമദ് അധ്യക്ഷയായി. സ്ഥിരസമിതി ചെയർമാൻ R. വിശ്വൻ ഉമ്മു ഹബീബയെ ആദരിച്ചു. PK പുഷ്പ സ്വാഗതം പറഞ്ഞു. പാറളം ഗ്രാമപഞ്ചായത്തിലെ അംബേദ്കർ ഗ്രാമവികസന പദ്ധതി വഴി നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ശാസ്താംകടവ് നഗറിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് 1 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. പട്ടികജാതി വിഭാഗക്കാർ താമസിക്കുന്ന ഇടങ്ങൾ പുനരുദ്ധരിക്കുക, ഭവന പുനരുദ്ധാരണം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണ് പദ്ധതി വഴി സർക്കാർ ലക്ഷ്യമിടുന്നത്. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രമോദ് K സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെറി ജോസഫ്, പാറളം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പോൾ, വാർഡ് മെമ്പർ ജൂബി മാത്യു എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളെ പങ്കാളികളാക്കി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തിയ മലപ്പുറം ജില്ലയിലെ സ്കൂളുകൾക്ക് ദേശീയ ഹരിതസേനയുടെ ഗ്രീൻ സ്കൂൾ അവാർഡുകൾ വിതരണം ചെയ്തു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം, കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ എന്നിവയുടെ നേതൃത്വത്തിലുള്ള സ്കൂൾ എക്കോ ക്ലബ് പ്രസ്ഥാനമായ ദേശീയ ഹരിതസേനയിലെ മികച്ച 6 വിദ്യാലയങ്ങൾക്കാണ് അവാർഡ്. ഹരിതവൽക്കരണം, മാലിന്യ നിയന്ത്രണം, അടുക്കളത്തോട്ടം, പ്ലാസ്റ്റിക് റീസൈക്ലിംഗ്, ക്യാമ്പസ് സൗന്ദര്യവൽക്കരണം, പരിസ്ഥിതി വിദ്യാഭ്യാസ ക്യാമ്പുകൾ, ഗ്രാമീണ ഹരിത ബോധവൽക്കരണം, ജലവിഭവ മാനേജ്മെൻറ്റ്, ഊർജ്ജ സംരക്ഷണം, ബദൽ ഉൽപ്പന്ന പ്രചാരണം തുടങ്ങിയ മേഖലകളിൽ മികവ് തെളിയിച്ച സ്കൂളുകളാണ് അവാർഡിന് അർഹമായത്. സ്കൂളിനെ മികവുറ്റതാക്കാൻ വേണ്ടി പ്രവർത്തിച്ച സ്കൂൾ ഹരിതസേന കോർഡിനേറ്റർമാരായ അധ്യാപകർക്കാണ് അംഗീകാരം. മലപ്പുറം കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ VR വിനോദ് അവാർഡുകൾ വിതരണം ചെയ്തു. ദേശീയ ഹരിതസേന ജില്ലാ കോർഡിനേറ്റർ O. ഹാമിദ് അലി അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന അടിയന്തര പ്രതികരണ സംഘങ്ങൾക്കുള്ള പരിശീലന പരിപാടിക്ക് ജില്ലയിൽ തുടക്കമായി. മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളിലെയും മലപ്പുറം, മഞ്ചേരി നഗരസഭകളിലെയും സംഘങ്ങളിലെ വോളണ്ടിയർമാർക്കാണ് ആദ്യം പരിശീലനം നൽകിയത്. പരിപാടിയുടെ ഉദ്ഘാടനം മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി കളക്ടർ SS സരിൻ, LSTD ജോയിന്റ് ഡയറക്ടർ VK മുരളി, അസിസ്റ്റന്റ് ഡയറക്ടർ KA അബ്ദുൾ ഗഫൂർ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KM സുജാത, ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ EK അബ്ദുൾ സലീം എന്നിവർ പങ്കെടുത്തു. വിവിധ പദ്ധതികളും ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട മരട് നഗരസഭയിൽ നിന്ന് നൽകിയ സേവനങ്ങളുടെ പ്രതികരണമെടുക്കുന്ന സംവിധാനത്തിന് തുടക്കമായി. നഗരസഭാ ചെയർമാൻ ആന്റണി ആശാംപറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. നിലവിലെ എല്ലാ സേവനങ്ങളും K-സ്മാർട്ട് വഴിയാണ് നൽകുന്നത്. എന്നാൽ ഓൺലൈൻ സംവിധാനമായതിനാൽ സാങ്കേതിക തകരാറുകൾക്കും സാധ്യത കൂടുതലാണ്. ഇത്തരം കാര്യങ്ങൾ കണക്കിലെടുത്താണ് നഗരസഭ സേവനങ്ങൾ വിലയിരുത്തുന്നതിനായി ഫീഡ്ബാക്ക് സംവിധാനം ഏർപ്പെടുത്തിയത്. വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനിൽ അധ്യക്ഷത വഹിച്ചു. പത്തനംതിട്ടയിലെ മെഴുവേലി ഗ്രാമപഞ്ചായത്തിലെ വിദ്യാലയങ്ങൾ ഇനി ഹരിത വിദ്യാലയങ്ങൾ. പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന 10 വിദ്യാലയങ്ങളും ഹരിത പരിധിയിൽ ഉൾപ്പെടുത്തിയ പ്രഖ്യാപന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് പിങ്കി ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി അശോകൻ അധ്യക്ഷയായി. ഹരിത വിദ്യാലയങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. വൈസ് പ്രസിഡന്റ്, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സംവിധാനങ്ങൾ പഠിക്കാനായി കർണാടക മളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘം ബദിയടുക്ക പഞ്ചായത്തിലെത്തി.
മളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗൗറമ്മ, പഞ്ചായത്തിലെ PDO ഓഫീസർ രവികുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സെക്ഷൻ ഉദ്യോഗസ്ഥരടങ്ങുന്ന 24 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഓഫീസ് സംവിധാനവും വികസന നടത്തിപ്പും ഫണ്ട് വിനിയോഗവുമെല്ലാം ചർച്ചാ വിഷയമായി. തെരുവ് വിളക്കുകൾ, ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് പദ്ധതികൾ തുടങ്ങിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർ ചോദിച്ചറിഞ്ഞു. ബദിയടുക്ക പഞ്ചായത്ത് പ്രസിഡന്റ് B. ശാന്തമ്മ അധ്യക്ഷത വഹിച്ചു. അംഗം D. ശങ്കരൻ സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി C. രാജേന്ദ്രൻ ക്ലാസിന് നേതൃത്വം നൽകി. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. കാർഷിക മേഖലയിൽ തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് പഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങൾ അറിയാം. മലനിരകൾ, കുന്നടിവാരങ്ങൾ, നെൽപ്പാടങ്ങളും കരകൃഷിയിടങ്ങളും. സമൃദ്ധമായിരുന്നു ഒരിക്കൽ ആര്യനാട് ഗ്രാമം. ഇന്ത്യയുടെ ആത്മാവ് തിളങ്ങി നിന്ന് കൃഷിഗീത കേട്ടുണരുന്ന വിശുദ്ധ ഗ്രാമം. ആ ഉർവര ഭൂമിയെ ഒരിക്കൽ കാലം കരിനിഴൽ വിരിച്ച് ഊഷരയാക്കി. പച്ചയറ്റ മണ്ണിടങ്ങളും വറുതിക്കയത്തിൽ മുങ്ങിത്താഴുന്ന നാട്ടുനന്മകളും. പരിഹാരം അനിവാര്യമായിരുന്നു. ഞങ്ങളും കൃഷിയിലേക്കെന്ന സർക്കാർ പ്രഖ്യാപനത്തോട് ഒത്തുചേർന്നപ്പോൾ ഉണ്ടായ അടിസ്ഥാന മാറ്റങ്ങൾ. സമൃദ്ധിയുടെ താളം കേട്ട് ഉണരുകയാണ് ഈ മലയോര ഗ്രാമം. വിഷരഹിത വിളവുകൾക്ക് മുൻഗണന, പരിസ്ഥിതിയെ പരിപാലിച്ചുകൊണ്ടുള്ള കാർഷിക മുന്നേറ്റം, കർഷകർക്ക് പരിരക്ഷയേകുന്ന വിളശേഖരണം, വിപണനം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന യൂണിറ്റിന്റെ മികച്ച പ്രവർത്തനം. അതിനായി ഹോം ഷോപ്പ് വിതരണ സമ്പ്രദായത്തിന്റെ നടത്തിപ്പ്, ഗവേഷണം, നൈപുണി വികസനം തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി പ്രവർത്തിക്കുകയാണ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് സെന്റർ. കൃഷിപ്പണിക്ക് സന്നദ്ധരായ തൊഴിലാളികളെ ലഭ്യമാക്കുന്ന ലേബർ ബാങ്ക്, ഉപ്പുതൊട്ട് കർപ്പൂരം വരെ അന്നന്ന് ലഭിക്കുന്ന പൊതുമാർക്കറ്റിന് സൗകര്യങ്ങൾ വേണ്ടുവോളം. മത്സ്യവും മാംസവും മലഞ്ചരക്കുകളും ഇവിടെ ഉൽപാദകർക്ക് വിറ്റഴിക്കാം. മാർക്കറ്റിലും ബസ് സ്റ്റാൻഡിലും നടക്കുന്ന ജനകീയ ഹോട്ടലിന് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും പ്രാദേശികമായി ഉണ്ടാക്കുന്നവയാണ്. രാജ്യത്തെ ഏറ്റവും വിശാലമായ ചെടി നഴ്സറികൾ, പൂക്കൃഷിത്തോട്ടങ്ങൾ. പഞ്ചായത്തിൽ സ്വകാര്യ ഭൂമിയെ തരിശിടുന്നവർക്ക് മുന്നറിയിപ്പായി വേസ്റ്റ് ലാൻഡ് പെനാലിറ്റി സ്കീം. തരിശ് ഭൂവുടമകൾക്ക് പിഴ ഉറപ്പെന്നർത്ഥം. മത്സ്യകൃഷി ഇവിടെ സജീവമാണ്. കൃത്രിമ കടൽ സൗകര്യങ്ങൾ ഒരുക്കിയുള്ള ചെമ്മീൻ കൃഷി വിജയിച്ച ഒരു പരീക്ഷണം. വളർത്തു പക്ഷിമൃഗാദികൾക്ക് നിലനിൽക്കാൻ വേണ്ടുന്നതെന്തും സാധ്യമാക്കുന്ന വികസന കാഴ്ചപ്പാട്. കാർഷിക രംഗത്തെ ഇന്നലകളുടെ അനുഭവങ്ങളും ഇന്നിന്റെ പുതുസമ്പ്രദായങ്ങളും നാളെയുടെ സുന്ദര സ്വപ്നങ്ങളും ചേരുംപടി ചേർത്ത് ഉണർവിന്റെ ശംഖുലി മുഴക്കി ഇതാ ഞങ്ങളും കൃഷിയിലേക്ക്. കണ്ണൂർ ജില്ലയിലെ കാർഷിക ഗ്രാമമായ തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് നടത്തിയ ദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനങ്ങൾ കാണാം. ഒരു സമൂഹം അല്ലലേതുമില്ലാതെ ജീവിക്കുക എന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ആപ്തവാക്യം. കണ്ണൂർ ജില്ലയിൽ പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കാർഷിക ഗ്രാമമാണ് തില്ലങ്കേരി. കുന്നുകളും മലനിരകളും താഴ്വാരങ്ങളും കൃഷിയിടങ്ങളുമെല്ലാം ചേർന്ന ഭൂവിഭാഗമാണ് തില്ലങ്കേരിയുടേത്. ഇരിട്ടി താലൂക്കിൽ 25.06 ചതുരശ്ര കിലോമീറ്ററിൽ സ്ഥിതി ചെയ്യുന്ന തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനൊപ്പം ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. നെൽകൃഷി, പച്ചക്കറികൾ, ധാന്യവർഗ്ഗങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, നാളികേരം, നാണ്യവിളകൾ എന്നിവയ്ക്കൊപ്പം മൃഗ പക്ഷി പരിപാലനത്തിലും തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് പ്രാധാന്യം നൽകി വരുന്നു. കൃഷി, മൃഗ പക്ഷി പരിപാലനം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, കുടുംബശ്രീ, സഹകരണ മേഖലകൾ വഴി ഭക്ഷ്യസുരക്ഷയുടെയും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുമുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. 10 പാടശേഖര സമിതികളിലായി 286 കർഷകരാണ് നേരിട്ട് കാർഷിക മേഖലയിൽ തൊഴിൽ ചെയ്യുന്നത്. കുടുംബശ്രീ തൊഴിലുറപ്പ് പദ്ധതികളിൽ ഉൾപ്പെടുത്തി വിവിധയിടങ്ങളിലായി ഇവർ കൃഷി ചെയ്തു വരുന്നു.
എല്ലാ സപ്പോർട്ടും നമുക്ക് പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും ഈ നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സപ്പോർട്ടും തരുന്നു. തില്ലങ്കേരി, പടികച്ചാൽ എന്നീ ക്ഷീരസംഘങ്ങളിലായി 184 ക്ഷീരകർഷകരാണ് ഉള്ളത്. ഇതിൽ 63.58% പേർ വനിതകളാണ്. ക്ഷീരസംഘങ്ങളിൽ 16 പേരുള്ള ഭരണസമിതിയിൽ 50% വനിതകളാണ്. മൃഗ പക്ഷിപരിപാലനം നടത്തിവരുന്ന 2010 കർഷകരാണ് ഉള്ളത്. തൊഴിലിനിപ്പുറം ഗ്രാമശ്രീ എന്ന പാലും പാലുൽപ്പന്നങ്ങളും ഇവർ വിപണിയിലിറക്കുന്നു. തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 3332 പേരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 1,12,794 തൊഴിൽ ദിനങ്ങൾ തൊഴിലാളികൾക്ക് നൽകാനായി 6 കോടിയുടെ പ്രവൃത്തികളാണ് ഇവിടെ നടന്നത്. ഇതിൽ 3.5 കോടി രൂപയോളം തൊഴിലാളികൾക്ക് കൂലി ഇനത്തിൽ നൽകാനായി. സുഭിക്ഷ കേരളം പദ്ധതിയിൽ കോഴിക്കോട് നിർമ്മാണം, ആട്ടിൻകൂട് നിർമ്മാണം, തൊഴുത്ത് നിർമ്മാണം, അസോള ടാങ്ക് നിർമ്മാണം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിയത്. പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും പാഷൻ ഫ്രൂട്ട് കൃഷി നടപ്പിലാക്കി. പഞ്ചായത്തിൽ 114 റോഡുകൾ 17 കിലോമീറ്ററിൽ കോൺക്രീറ്റ് ചെയ്തു. ഒരു കളിസ്ഥലം, കുളം നിർമ്മാണം, ഡ്രൈനേജ് നിർമ്മാണം, സ്കൂളുകൾക്കും അംഗൻവാടികൾക്കുമുള്ള ചുറ്റുമതിൽ നിർമ്മാണം തുടങ്ങി വിവിധ പദ്ധതികളാണ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നടപ്പിലാക്കിയത്. ഇത്തരത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ വഴി ജനങ്ങൾക്ക് തൊഴിലും ഒപ്പം ഭക്ഷ്യസുരക്ഷയും മുൻനിർത്തിയുള്ള മാതൃകാ പ്രവർത്തനമാണ് തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയത്. നമുക്കിപ്പോൾ നല്ല പ്രപ്പോസൽസ് വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട എല്ലാ സഹകരണങ്ങളും ഭരണസമിതിയുടെ ഭാഗത്തുനിന്നായാലും നമ്മുടെ ഭാഗത്തുനിന്ന് എസ്റ്റിമേഷൻ എടുക്കുന്ന കാര്യത്തിലായാലും എല്ലാ അനുകൂലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറ്. നമുക്ക് നല്ല നല്ല പ്രപ്പോസൽസ് എല്ലാ കാലത്തും തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിൽ വന്നിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡുകളിലായി 156 അയൽക്കൂട്ടങ്ങളിലെ 2511 കുടുംബശ്രീ അംഗങ്ങളെ ഉപയോഗിച്ച് ഭക്ഷ്യോൽപാദന മേഖലയിൽ നിരവധി ഇടപെടലും നടത്താനായി. പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും റേഷൻ കടകൾ വഴി അരിയും ഭക്ഷ്യവസ്തുക്കളും നൽകി വരുന്നു. അന്ത്യോദയ അന്നയോജന വിഭാഗത്തിൽ 257 പേർക്കും, മുൻഗണനാ വിഭാഗത്തിൽ 1340 പേർക്കും, NPS വിഭാഗത്തിൽ 938 പേർക്കും, NPNS വിഭാഗത്തിൽ 985 പേർക്കും റേഷൻ കടകൾ വഴി ഭക്ഷ്യവസ്തുക്കൾ നൽകി വരുന്നുണ്ട്. പഞ്ചായത്തിൽ 56 ആശ്രയ ഗുണഭോക്താക്കളുണ്ട്. ഇവർക്ക് 2018 മുതൽ കൃത്യമായി ധാന്യക്കിറ്റ് വിതരണം കുടുംബശ്രീ വഴി നടത്തിവരുന്നു. കോവിഡ് കാലത്ത് കുടുംബശ്രീ വഴി ധാന്യങ്ങളും റേഷനരിയും അവരവരുടെ വീടുകളിൽ എത്തിച്ചു നൽകി. ഒരു ഗ്രാമത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ കാര്യത്തിലും സജീവ ഇടപെടൽ നടത്തി മുന്നേറുകയാണ് തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത്. അടുത്തതായി നമുക്ക് സംസാരിക്കാം. തൃശൂർ ജില്ലയിലെ മുളങ്കുന്നത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ദേവസി KJ ബൈജു ആണ് ഇന്ന് നമുക്ക് സംസാരിക്കാൻ പരിപാടിയുടെ ഒപ്പമുള്ളത്. സംസ്ഥാന സർക്കാർ ആദ്യഘട്ടത്തിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് കിലയുടെ ആഭിമുഖ്യത്തിലാണ് അതിൻ്റെ സർവേ നടപടികൾ ആദ്യഘട്ടത്തിൽ നടത്തിയത്. അത് മുളങ്കുന്നത്ത് ഗ്രാമപഞ്ചായത്തിൽ ആ സർവേ പൂർത്തീകരിച്ചതിന് ശേഷം 15 പേരെയാണ് അതിദാരിദ്ര്യത്തിൽ ഉൾപ്പെട്ട കുടുംബങ്ങളായി കണ്ടെത്തിയത്. അതിൽ 2 പേര് മരണപ്പെടുകയും ബാക്കി 13 ആളുകളെ, 13 കുടുംബങ്ങളെ ഇപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി അവരെ അതിദാരിദ്ര്യത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. ഈ വരുന്ന നവംബറോടുകൂടി അവരുടെ കണ്ടെത്തിയിട്ടുള്ള എല്ലാ ന്യൂനതകളും പരിഹരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ ഫണ്ട് ഗ്രാമപഞ്ചായത്ത് വകയിരുത്തി അതിൻ്റെ നിർവഹണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് അതാണ് പ്രധാനമായും ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. കാർഷിക മേഖല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് 6 പാടശേഖര സമിതികളും അതുപോലെ തന്നെ മലയോര മേഖലയും ചേർന്നതാണ് ഞങ്ങളുടെ കാർഷിക മേഖല പ്രധാനമായിട്ടുള്ളത്. നമുക്കറിയാം, പഞ്ചായത്തിന് കിട്ടുന്ന പ്ലാൻ ഫണ്ടിൽ നിന്നും ഒരു നിശ്ചിത തുക നിർബന്ധമായും വകയിരുത്തേണ്ട ഒരു മേഖല കാർഷിക മേഖലയാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി കുറേ അധികം പണം നമുക്ക് നിർബന്ധിതമായി വകയിരുത്തുന്നത് കൂടാതെ തന്നെ കുറേ അധികം പണം, അതായത് ഗ്രാമസഭയുടെയും അതുപോലെ തന്നെ വർക്കിംഗ് ഗ്രൂപ്പുകളുടെയൊക്കെ തന്നെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ വർഷവും പ്രത്യേക കാർഷിക മേഖലയ്ക്ക് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പഞ്ചായത്തിൽ 6 പാടശേഖര സമിതികളിലായി നെൽകർഷകർ അവർക്ക് ആവശ്യമായിട്ടുള്ള ഉഴവുകൂലി, വിത്ത് തുടങ്ങിയിട്ടുള്ള മേഖലയ്ക്ക് സബ്സിഡി കൊടുക്കുന്നതോടൊപ്പം തന്നെ
മറ്റ് പ്രവർത്തനങ്ങൾ, വാഴ കൃഷി, കുരുമുളക് കൃഷി, അതുപോലെ തന്നെ ഓരോ വർഷവും ഞങ്ങൾ സ്പെസിഫൈ ചെയ്തെടുക്കുന്നത്, ഇപ്പോൾ ആദ്യ വർഷം നമ്മൾ എടുത്തത് റംബൂട്ടാൻ, അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട മേഖലകളിലാണ് നമ്മൾ എടുത്തിരുന്നത്. നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും കാർഷിക മേഖല നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഇപ്പോൾ മലയോര മേഖലയ്ക്കകത്തുള്ള വന്യമൃഗങ്ങളുടെ പ്രശ്നമാണ്. ഇപ്പോൾ പന്നി, ഇപ്പോൾ താഴെ മേഖല ആണെങ്കിലും മലയോര മേഖലകളാണെങ്കിലും കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവർക്ക് കിട്ടാതെ വരുന്നൊരു വലിയ പ്രതിസന്ധി ഇപ്പോൾ നേരിടുകയാണ്. അപ്പോൾ ഈ നെൽകർഷകരാണെങ്കിലും പന്നി ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുക. മലയോര മേഖലയിലെ വാഴ, കൊള്ളി തുടങ്ങിയിട്ടുള്ള മേഖലയിലാണെങ്കിലും അതും പന്നി, മയിൽ, മാൻ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ വന്ന് നശിപ്പിക്കുന്ന ഒരു പ്രവണത വ്യാപകമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർഷകരെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അതാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ അടുത്ത് വരുന്ന വർഷത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സോളാർ ഫെൻസിങ് എന്നുള്ള രീതിയിലുള്ള ഒരു പുതിയ പദ്ധതി കൂടി ഞങ്ങൾ ഈ കാർഷിക മേഖലയ്ക്കകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. ആരോഗ്യ മേഖല എന്ന് പറയുന്നത് നമുക്കറിയാം, രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യ വിദ്യാഭ്യാസമാണ്. അപ്പോൾ അത് ആ രീതിയിൽ നമ്മളെ സംബന്ധിച്ച് ആരോഗ്യ മേഖല എന്ന് പറയുന്നത് അലോപ്പതി, ആയുർവേദം, ഹോമിയോ എന്ന 3 സെൻ്ററുകളാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്. ഈ ആരോഗ്യ മേഖലയിൽ അലോപ്പതി പ്രവർത്തിക്കുന്നത് പൂമല എന്ന് പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിനോട് ചേർന്നിട്ടാണ് അലോപ്പതി എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ FHC ആയിട്ട് ഞങ്ങളുടെ ഭരണസമിതിക്ക് മുമ്പ് തന്നെ FHC ആയിട്ട് ഉയർത്തിയിരുന്നെങ്കിലും അവിടെ FHCയുടെ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ കുറവായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, FHC ആയിട്ട് ഉയർത്തിയതിൻ്റെ ഭാഗമായി അവിടെ 3 ഡോക്ടർമാരുടെ സേവനം നമുക്ക് വേണമെന്നുണ്ട്. അതുപോലെ തന്നെ OPയുടെ പ്രവർത്തനം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ വേണമെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ തനത് വരുമാനം കുറഞ്ഞതിൻ്റെ വളരെ കുറവുള്ളൊരു പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ 3ാമതൊരു ഡോക്ടറെയും ഫാർമസിസ്റ്റിനെയും വെക്കുമ്പോഴുണ്ടാകുന്ന സാമ്പത്തിക പ്രയാസം കണക്കിലെടുത്ത് അത് വെക്കാൻ കഴിഞ്ഞിരുന്നില്ല. പുതിയ ഭരണസമിതി വന്നതിന് ശേഷമാണ് ആ രീതിയിൽ, അതായത് ഒരു പുതിയ ഡോക്ടറെയും അതുപോലെ തന്നെ ഫാർമസിസ്റ്റിനെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് OP സമയം രാവിലെ 9 മുതൽ വൈകുന്നേരം 6 മണി വരെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു. എന്തായാലും നമ്മളെ സംബന്ധിച്ച് അത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിരുന്നു. അപ്പോൾ പഞ്ചായത്തിലെ മറ്റ് ആളുകൾക്ക്, അതായത് ഇപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് 1 മണി വരെ ഉണ്ടായിരുന്ന OP വൈകുന്നേരമായിട്ട് ഉയർത്തുമ്പോൾ ഉണ്ടാകുന്ന പണി കഴിഞ്ഞ് വന്നാലും ആളുകൾക്ക് ഡോക്ടറെയും അതുപോലെ തന്നെ മരുന്നും കിട്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ആശുപത്രിയുടെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടെ ഈ നോൺ റോഡ് ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് 14 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ പ്രതിരോധ കുത്തിവെപ്പ് മുറി അതായത് ശീതീകരിച്ച ശുചീകരണ കുത്തിവെപ്പ് മുറിയുടെ പ്രവർത്തനം നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞത്. ചെറിയ ഒരു എന്താ പറയുക, അടിസ്ഥാന സൗകര്യം കുറഞ്ഞ ഒരു റൂമിലായിരുന്നു ഗർഭിണികൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള കുത്തിവെപ്പ് നടന്നിരുന്നത്. ഇപ്പോൾ വിശാലമായതും ശീതീകരിച്ചതുമായ ആധുനിക രീതിയിലുള്ള സംവിധാനത്തിലേക്ക് നമ്മളിപ്പോൾ അവിടെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും, ലാബുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇപ്പോൾ തൊട്ടടുത്ത FHCയെ സംബന്ധിച്ച് വളരെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും കൂടുതൽ ടെസ്റ്റുകളും നടത്തുന്ന രീതിയിലേക്ക് ലാബ് സൗകര്യം അവിടെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും ഉപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനമാണ് നടന്നു വരുന്നത്. ഈ കഴിഞ്ഞ ജനുവരി 1 മുതൽ ഞങ്ങൾ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ സ്കീം അവിടെ ഈ ലാബുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്തിലെ മുഴുവൻ വയോജനങ്ങൾക്കും 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കും എല്ലാ ടെസ്റ്റുകളും സൗജന്യമായി കൊടുക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ആരോഗ്യരംഗത്ത് അലോപ്പതിയുമായി ബന്ധപ്പെട്ട് അത്തരം രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ്. ഹോമിയോയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, മലയോര മേഖലയിലുള്ള പൂളാക്കിലാണ് ഹോമിയോ ആശുപത്രി നിൽക്കുന്നത്. ഇപ്പോൾ ഈ നാമിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ അവിടെ നടത്തി. അതുപോലെ തന്നെ ഹോമിയോ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ എല്ലാ വാർഡുകളിലും യോഗ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ആയുർവേദ ആശുപത്രിയിലും ഇതുപോലെ തന്നെ യോഗ പ്രവർത്തനങ്ങളും നാമിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാമിൻ്റെ ഏകദേശം 25 ലക്ഷം രൂപയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ യോഗ ഹാളിൻ്റെ പ്രവർത്തനം ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ള ഒരു പ്രശ്നം, ആരോഗ്യ മേഖലയ്ക്കകത്ത് നേരിടുന്ന ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ മലയോര മേഖലയിലാണ് ഈ 3 സംവിധാനം ഉള്ളത്. അതായത് അലോപ്പതി ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും മലയോര മേഖലയിലാണ്. അപ്പോൾ ഇവിടെ താഴെയുള്ള ആളുകൾക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യക്കുറവ് ഇപ്പോൾ വ്യാപകമായി നേരിടുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഗ്രാമസഭകളിലൊക്കെ തന്നെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആവശ്യം അതായിരുന്നു. ആ സാഹചര്യത്തിൽ ഞങ്ങൾ അടുത്ത വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ഗ്രാമവണ്ടി, KSRTCയുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രാമവണ്ടി എന്നൊരു സൗകര്യം നമ്മൾ
ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ മണിക്കൂർ ഇടവിട്ട് മലയോര മേഖലയ്ക്ക് വാഹന സൗകര്യം ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കൂടി ഞങ്ങൾ അതിൻ്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, പഞ്ചായത്തിൻ്റെ ഈ പ്ലാൻ ഫണ്ടിനകത്ത് നിർബന്ധമായും 10% പണം നമ്മൾ ഈ സ്ത്രീകളുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെയും വൃദ്ധരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി 5% പണം നമ്മൾ വേറെയും മാറ്റിവെക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ ഫലപ്രദമായി തന്നെയാണ് ഗ്രാമപഞ്ചായത്തിനകത്ത് ഈ തുകയ്ക്ക് വ്യത്യസ്തമായി. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു പഞ്ചായത്തിനകത്ത് ഒരു 10% എന്ന് പറയുമ്പോൾ ഒരു ലിമിറ്റഡ് സംഖ്യയാണ്. അതിൽ നിന്നും കൂടുതൽ പണം നമ്മൾ ഓരോ വാർഷിക പദ്ധതിയിൽ നമ്മൾ സ്ത്രീകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. പ്രധാനമായും നമ്മൾ മാറ്റിവെക്കുന്നത് സ്വയം തൊഴിൽ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് അവരുടെ സ്വയം തൊഴിൽ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമായ പണം മാറ്റിവെക്കുന്നുണ്ട്. ഗ്രൂപ്പ് സംരംഭങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഈ ഇൻഡോർ സ്റ്റേഡിയത്തിനകത്ത് ഒരു വനിതാ ഫിറ്റ്നസ് സെൻ്റർ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മലയോര മേഖലയിലെ പൂമല വെറ്റിനറി ആശുപത്രിയോട് ചേർന്ന് ഒരു പുതിയ ഫിറ്റ്നസ് സെൻ്റർ വനിതകൾക്ക് വേണ്ടി നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വനിതകൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഇരിപ്പിടങ്ങൾ, പല സ്ഥലങ്ങളിലും ഇരിപ്പിടങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിനകത്ത്, അതുപോലെ പ്രധാനപ്പെട്ട കൂടുതൽ സ്ത്രീകൾ വരുന്ന കേന്ദ്രങ്ങൾക്കകത്ത് അവർക്ക് ഇരിക്കാനായിട്ടുള്ള ഇരിപ്പിടങ്ങൾ സംവിധാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യ മേഖലയ്ക്കകത്ത് നമ്മൾ FHCയുമായി സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരുന്നുണ്ട്. ഇതാണ് പ്രധാനമായും നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തു വരുന്ന കാര്യങ്ങൾ. പുതിയ പ്രൊജക്റ്റിനകത്ത് ഞങ്ങൾ ഇപ്പോൾ ചെയ്തു വരുന്ന ഒന്നാണ്, സ്വയം തൊഴിൽ നടത്തുന്ന വനിതകൾക്ക് ഇരുചക്ര വാഹനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ പ്രൊജക്റ്റ് കൂടി ഞങ്ങൾ ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാ വർഷങ്ങളിലും നടന്നു വരുന്നതാണ് മെൻസ്ട്രുവൽ കപ്പ്. ഇപ്പോൾ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോടും ഗ്രാമപഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി പഞ്ചായത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും ആവശ്യമായ മെൻസ്ട്രുവൽ കപ്പ് വിതരണം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കേരളത്തിനകത്ത് മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ഡോർ ടു കളക്ഷൻ നടത്തുന്ന ഒരു സംവിധാനം ഞങ്ങളുടെ പഞ്ചായത്തിനകത്ത് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ 14 വാർഡുകളിലായി ഏകദേശം 19ഓളം മിനി MCFകളും ഒരു പ്രധാനപ്പെട്ട MCFും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്നത്. അത് അജൈവ മാലിന്യങ്ങൾ കൃത്യമായി കലണ്ടർ സംവിധാനത്തിൽ ഞങ്ങളുടെ പഞ്ചായത്തിനകത്ത് എല്ലാ വീടുകളിലേക്കും കലണ്ടർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് സംസ്ഥാന സർക്കാർ പറയുന്ന നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള കലണ്ടർ സംവിധാനത്തിൽ ഓരോ മാസവും അത് ശേഖരിച്ച് നമ്മളത് ക്ലീൻ കേരള കമ്പനിക്കും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾക്കും കൊടുക്കുന്ന ഒരു റീസൈക്ലിങ്ങിന് വിധേയമാക്കാവുന്ന ഒരു പ്രവർത്തനം വളരെ ഫലപ്രദമായി നമ്മൾ നടക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 70% എല്ലാ വാർഡുകളിലും യൂസർ ഫീ കൊടുക്കുന്ന ആളുകളായി ഇപ്പോൾ മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 വാർഡ് പൂർണ്ണമായും യൂസർ ഫീ കൊടുക്കുന്ന വാർഡുകളായി നമുക്ക് മാറ്റാൻ കഴിഞ്ഞു. അത് ഘട്ടം ഘട്ടമായി 14 വാർഡുകളിലും 100% യൂസർ ഫീ കൊടുത്തുകൊണ്ട് ഈ അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജൈവമാലിന്യ രംഗത്ത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ സർവേ പൂർത്തീകരിച്ച് ഇപ്പോൾ ജൈവമാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബയോ ബിന്നുകൾ, ബൊക്കാഷി ബക്കറ്റുകൾ, ഇതൊക്കെ തന്നെ ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഓരോ വർഷവും അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലുറപ്പ് മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ബയോഗ്യാസ് പ്ലാന്റ്, ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് ബയോഗ്യാസ് പ്ലാന്റ് ഉൾപ്പെടെ ഈ മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഭരണസമിതി വന്നതിന് ശേഷമാണ് പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ കുന്നുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ, അതായത് വേസ്റ്റുകളൊക്കെ തന്നെ കളക്ട് ചെയ്ത് ക്ലീൻ കേരള കമ്പനിക്ക് കൊടുക്കാവുന്ന രീതിയിലുള്ള തുടർ പ്രവർത്തനം, അതായത് ഒരു 3 മാസം കൂടുമ്പോൾ നടത്താവുന്ന രീതിയിലുള്ള ഒരു തുടർ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ ഒരു പ്രോസസ്സ് നമുക്ക് ഈ പഞ്ചായത്തിനകത്ത് കാണാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായ മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സെൻ്ററുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ബോട്ടിൽ ബൂത്തുകൾ, ഇപ്പോൾ എല്ലാ സെൻ്ററുകളിലും നമുക്ക് പ്രധാനപ്പെട്ട ഹൈവേ കേന്ദ്രീകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഉൾസൈഡിലേക്ക് പോയിട്ടാണെങ്കിലും ബോട്ടിൽ ബൂത്തുകൾ നമുക്ക് ഈ സാമ്പത്തിക വർഷത്തോടു കൂടി നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കഴിഞ്ഞ പ്രളയത്തിൻ്റെ സമയത്താണ് ഞങ്ങളുടെ പഞ്ചായത്തിനകത്ത് 2 പേര് മരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. മലവായി എന്ന് പറയുന്ന പ്രദേശത്തിനകത്ത് മുൻ ഭരണസമിതിയുള്ള സമയത്താണ് 2018 പ്രളയത്തിൻ്റെ സമയത്ത് നമുക്ക് 2 പേര് മരണപ്പെടാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത്.
ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പിനകത്ത് പ്രത്യേകം അത് ഡിസ്കസ് ചെയ്യുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കൃത്യമായി നടത്തുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം മലയോര മേഖലയിൽ ഇപ്പോഴുണ്ടാകുന്ന പ്രതിഭാസം, അപ്പോൾ ഞങ്ങൾ 2018 ദുരന്തം പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് മലയോര മേഖലയിൽ നിന്നുള്ള വെള്ളം ഒഴുകിപ്പോകാനായിട്ടുള്ള സാധ്യതകൾ മുഴുവൻ അടഞ്ഞു പോവുകയാണ്. ആളുകളൊക്കെ തന്നെ അത് അടച്ചു കെട്ടി അവിടെ സ്വകാര്യ മേഖലയിലേക്ക് അത് ഒതുക്കിക്കൂടുന്ന ഒരു സംവിധാനമുണ്ട്. അതൊക്കെ പൂർണ്ണമായും മലയോര മേഖലയിലുള്ള മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ ഇടപെടലുകളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളെയും അതുപോലെ തന്നെ ജനകീയ സംവിധാനത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ഒഴുകിപ്പോകാനുള്ള സംവിധാനം പൂർണ്ണമായും നമ്മൾ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ്. അത് പഞ്ചായത്തിൻ്റെ ഫണ്ടും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ ഫലപ്രദമായി ചെയ്തതിൻ്റെ ഭാഗമായി നമുക്ക് കഴിഞ്ഞ വർഷം അത്തരത്തിലുള്ള സാഹചര്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ പഞ്ചായത്തിനകത്ത് നമുക്ക് കഴിഞ്ഞ 2-3 വർഷക്കാലമായി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മേടിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എമർജൻസി എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് നേരിടാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഗ്രാമപഞ്ചായത്തിനകത്ത് ഉണ്ട്. മാത്രമല്ല ഓരോ വാർഡിനകത്തും 2 പേരെ വെച്ച് ഞങ്ങൾ ഒരു ദുരന്ത പെട്ടെന്ന് ഇടപെടാൻ വേണ്ടി 14 വാർഡുകളിൽ നിന്നായി 28 പേരെ നമ്മൾ തെരഞ്ഞെടുത്ത് അവർക്ക് പരിശീലനം കൊടുത്ത് സജ്ജമാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ട്. ഭാവി പ്രവർത്തനം ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് മാത്രമല്ല ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ തന്നെ MLA MP തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകളുടെയും ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അത് ഞങ്ങൾക്ക് ഒരു പരിധി വരെ ഈ പഞ്ചായത്തിനകത്ത് ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുളങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നഗരസഞ്ചയ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 8ഓളം കുളങ്ങൾ നവീകരിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 4 കോടിയിലധികം രൂപ വരുന്ന പണം ഉപയോഗിച്ചുകൊണ്ടാണ് നവീകരണ പ്രവർത്തനം ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ജലസംരക്ഷണ മേഖലയ്ക്കകത്ത് ഒരു പുതിയ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം റീസ്റ്റോർ ചെയ്യുന്നതിനും ആ പ്രദേശത്തിനകത്ത് കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ ബഹുമാനപ്പെട്ട MP-യുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് യുവജനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിനകത്ത് ആധുനിക രീതിയിലുള്ള ഫ്ലഡ് ലൈറ്റ് സംവിധാനം, അപ്പോൾ ഗ്രാമപഞ്ചായത്തുകളുടെ അകത്ത് തന്നെ ഒരു ഫ്ലഡ് ലൈറ്റ് സംവിധാനം ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് പരിമിതമാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ ഒരു ഗ്രാമപഞ്ചായത്താണ് ഞങ്ങളുടെ പഞ്ചായത്തിനകത്ത് ഫ്ലഡ് ലൈറ്റ് സംവിധാനം നമുക്ക് ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവിടെ ഇൻഡോർ സ്റ്റേഡിയത്തിനകത്ത് ഫിറ്റ്നസ് സെൻറ്റർ, അതുപോലെ തന്നെ ഷട്ടിൽ കോർട്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഫ്ലഡ് ലൈറ്റിനകത്ത് വൈദ്യുതി ചാർജ് അടയ്ക്കാതിരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിനകത്ത് 8 കിലോവാട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സോളാർ സംവിധാനം ഏർപ്പെടുത്തി ഈ കായിക മേഖലയ്ക്കകത്ത് അവിടെ രാവിലെ മുതൽ വൈകുന്നേരം 10 മണി വരെ ഈ കായിക മേഖലയ്ക്കകത്ത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഏർപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. പുതിയതായി നമ്മൾ ആ മേഖലയ്ക്കകത്ത് ഈ ഫെൻസിങ്, ഇപ്പോൾ പഞ്ചായത്ത് ഗ്രൗണ്ടിൻ്റെ ചുറ്റുമുള്ള വീടുകളിലെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഫെൻസിങ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അടുത്ത വർഷം വരുന്ന പദ്ധതിയിൽ നമ്മൾ തുക വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ പഞ്ചായത്തിനകത്ത് ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു പകൽ വീട്. നമുക്കറിയാം വൃദ്ധരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചപ്പോൾ അവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പകൽ വീട് പൂർണ്ണമായും പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 30 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അത് ഇവർക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കെയർ ടേക്കർ സംവിധാനം ഉൾപ്പെടെ ആവശ്യമായ ഫണ്ട് ഈ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളത് തുടർന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേരത്തെ പറഞ്ഞതാണ്, ഞങ്ങൾ പഞ്ചായത്തിനകത്ത് മലയോര മേഖലയിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാമവണ്ടി സംവിധാനം ഞങ്ങൾ ഈ പഞ്ചായത്തിനകത്ത് പുതിയതായിട്ട് ഏറ്റെടുത്ത ഒരു സംവിധാനമാണ്. മാത്രമല്ല ഇപ്പോൾ ഉയർന്നു വന്ന പുതിയൊരു സംവിധാനമാണ് ഹൈവേയിലുള്ള അപകട മരണങ്ങൾ. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻ്ററുകളാണ് തിരൂര്, കോഞ്ചി റോഡ്, വെളപ്പായ, മുളകുന്നത്തുകാവ്, കെൽട്രോൺ സ്ഥലങ്ങൾ. അപ്പോൾ അവിടെ വർദ്ധിച്ചു വരുന്ന വാഹന അപകടങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് ഡിവൈഡർ സ്ഥാപിക്കുക എന്നുള്ളത്. നമ്മൾ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ MLA-യുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാലും തന്നെ പരിമിതമായ സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഈ വാർഷിക പദ്ധതിയിൽ അതിനാവശ്യമായിട്ടുള്ള പൂർണ്ണമായ പണം, ബാരിക്കേഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പണം ഗ്രാമപഞ്ചായത്ത് മാറ്റിവെച്ചിട്ടുണ്ട്. അത് ആളുകൾക്ക് ഗുണകരമാകാവുന്ന രീതിയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും. തദ്ദേശകം.